ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ടു റിസ്കി എന്ന് വിചാരിക്കുന്ന പല പാറ്റേൺസും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലത്തെ ഒന്നാണ് ഇത്. നമുക്കതിൻ്റെ പാറ്റേൺ മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പറിലാണ് ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈനിങ്ങിൽ ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ഞാനൊരു ലൈന് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ എത്രയാണ് ലെങ്ത്ത് വേണ്ടത് നോക്കാം. അപ്പോൾ അതുകൂടെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ നമ്മളുടെ നെക്കിന് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കാൻ പോണേ. ഏകദേശം ഒരു 4 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആം റൗണ്ടിൻ്റെ ആ ഒരു ലെങ്ത്തും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് ഞാനൊരു 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവില്ല, അത് എത്രയാണ് നിങ്ങളുടെ വെച്ചാൽ അത് ഈ ആം റൗണ്ടിൻ്റെ ആ ലൈനിൽ ഒന്ന് അടയാളപ്പെടുത്തുക. അതേപോലെ നമ്മൾക്ക് വേണ്ട സീം അലവൻസ് അതുകൂടെ ഞാനൊരു 2 ഇഞ്ച് എടുക്കാറുണ്ട് സീം അലവൻസ് ആയിട്ട്. പിന്നെ നമ്മളുടെ വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ സീം അലവൻസും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് നേരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളുടെ ലൈനിങ്ങിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് അതാണ് ഇനി നോക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ. എന്നിട്ട് അത് നേരെ ജസ്റ്റ് ഇങ്ങനെ ഏകദേശം ഒരു ചെരിച്ചുകൊണ്ടാണ് ചെയ്ത് കൊടുക്കണം ആ പാറ്റേൺ മേക്ക് ചെയ്യണേ. എന്നിട്ട് നമ്മളുടെ ആം റൗണ്ട് കൂടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാറ്റേൺ. ഇതിൽ തന്നെ നമ്മളുടെ ബാക്ക് പോർഷൻ എങ്ങനെ കട്ട് ചെയ്യേണ്ടത് കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീം അലവൻസ് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കണം. ഞാൻ ബാക്കിൽ വേറൊരു പാറ്റേൺ ആണ് ചെയ്യാൻ പോണേ. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് സീം അലവൻസും കൂടെ കൂട്ടി കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് അതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. സീം അലവൻസ് കൂടെ കട്ട് ചെയ്യുക. നമ്മളുടെ ആം റൗണ്ടൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എക്സ്ട്രാ കൂട്ടിയിട്ടുള്ള സീം അലവൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ജസ്റ്റ് കർവ് ചെയ്തില്ല, അതും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇതുപോലത്തെ ഐറ്റം വേണം. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾക്ക് ബ്രസ്റ്റിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 6 ഇഞ്ചും ഇതുപോലെ 4 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുപോലത്തെ 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് എന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു കപ്പില്ലേ അതെടുത്തിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതുപോലെ അത് ഓപ്പോസിറ്റും കൂടെ പിടിച്ചിട്ട് ആ ലൈനിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മളുടെ മിഡ് പോയിൻറ്റ്. അതും നമ്മളുടെ ലൈനിങ്ങിൽ വെച്ചിട്ടുള്ള ആ മിഡ് പോയിൻറ്റും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ മറ്റ് കപ്പിലും കൂടെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ ലൈന് ഇതുപോലെയാണ്, ഡോട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കണം. 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ തെന്നി മാറാതിരിക്കാൻ ഇതുപോലെയുള്ള പിന്നെടുക്കണം, മുട്ടുസൂചി. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ആ ഒരു ഡോട്ടിൽ കൂടെ നമ്മളുടെ ലൈനിങ്ങിലുള്ള ഡോട്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു ഡ്രസ്സ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ മിഡ് പോയിൻറ്റിൽ നിന്ന് താഴോട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റും ഒരു സ്റ്റിച്ചും കൂടെ മാത്രമേ കൊടുക്കണുള്ളൂ. എന്നിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ 2 സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ട്രാപ്പ് കൂടെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് അയൺ ചെയ്ത് കൊടുക്കണ്ട. ഇതുപോലെ പിടിച്ചിട്ട് നമ്മളുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിടിച്ച് അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മളുടെ ആ ഒരു സ്ട്രാപ്പിലെ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മെയിൻ ക്ലോത്തിൽ ഞാൻ ലൈനിങ്ങും കൂടെ വേറെ ഇട്ടിട്ടുണ്ട്. നെറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ക്ലോത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രാപ്പ് ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറച്ചിട്ട് നോക്കിയാൽ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ സെറ്റായിട്ടുണ്ടാവും. ക്ലോത്ത് ഞാൻ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് പിടിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പിൻ ചെയ്ത് സെക്യൂർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് 2.5 ഇഞ്ചിൽ ഞാനിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നേരെ നമ്മളുടെ ഇങ്ങനെ ചെരിച്ചിട്ട് ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ പാറ്റേൺ വന്നിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും നമ്മൾ സിബ്ബല്ലേ വെക്കാറ്.
അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് സിബ് വെച്ചിട്ടുള്ള ഫ്രോക്കിനേക്കാൾ ഒന്നും കൂടെ ഭംഗി ഇതിനായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലുക്ക് ഇതുപോലെയാണ് വരിക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൊരു ക്ലോത്തില്ലേ, അതാണിത്. ഈ കോൺ പോലെ വരുന്ന ഈ ക്ലോത്ത് നമ്മൾക്ക് ഫാബ്രിക്കിൽ വെച്ചിട്ട് 2 സൈഡും 1 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് അത് നേരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇതുപോലത്തെ 2 പീസ് നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതുകൂടെ നമ്മൾക്ക് ആവശ്യം വരുന്നുണ്ട്. കട്ട് ചെയ്തിട്ടുള്ള ഈ പീസില്ലേ, ഇത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചിട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് മറച്ചിട്ട് കൊടുക്കാം. 2 സ്ട്രിങ്ങിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ എല്ലാതും സെയിം അളവ് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും കറക്റ്റ് ലെവലായിട്ട് തന്നെ പിടിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ കോണായിട്ട് അടിച്ചിട്ടില്ല, അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ നമ്മൾ മറ്റേ ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള പീസാണിത്. ഇതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ക്രിസ് ക്രോസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ഇതാണ് ഇങ്ങനെയായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് അടിച്ച് മറച്ചിട്ടിരുന്നില്ല, അതാണിത്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ ഒന്ന് വരച്ചിട്ടുണ്ട്, കറക്റ്റ് അളവ് എടുത്തിട്ട് അവിടെ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് താഴോട്ടുള്ള ആ സ്കേർട്ടിൻ്റെ ഭാഗമാണ് ഇനി റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി, തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി നെറ്റ് സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ ഫാബ്രിക്കിൽ ഞാനൊരു സിംഗിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ആ നൂല് വലിച്ചിട്ട് നമുക്കിങ്ങനെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നേരെ നമ്മളുടെ മെയിൻ ക്ലോത്തിക്ക് അടിച്ചെടുക്കാം. ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്താൽ നമ്മളുടെ ഫ്രോക്ക് ഏറെക്കുറെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കൂടെ താഴെ സെയിം കളറിലുള്ള ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സ്ലീവ് എങ്ങനെ ചെയ്ത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. ഞാൻ അതുപോലത്തെ വീഡിയോ ചെയ്തു തരാം. ചെയ്തു തുടങ്ങിയപ്പോൾ ഇത് ഭയങ്കര റിസ്ക്കി ആവുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ചെയ്തപ്പോൾ നല്ല ഈസി ആയിരുന്നു. പിന്നെ കാണാനും ലുക്ക് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു.